നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി, അനു, അച്ഛൻ അങ്ങാടി മരുന്നൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ചീരുവിന് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ. ഓ, ഇനിയിപ്പോ ഇന്നതൊക്കെ നടക്കോ ചേച്ചി? അച്ഛൻ അത് മാത്രം വാങ്ങാനല്ലല്ലോ പോയത്. ഇവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റല്ലേ ചേച്ചി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്? അത് ശരിയാ. ആ സാധനങ്ങളൊക്കെ മുഴുവൻ വാങ്ങിയിട്ടാണ് അച്ഛൻ വരുന്നതെങ്കിൽ അച്ഛൻ വരുമ്പോ നേരാവും. നീ പറഞ്ഞതുപോലെ മരുന്ന് വെള്ളത്തിലുള്ള കുളിയൊക്കെ നാളെ മുതലാവാം. അല്ല, ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങാൻ രഘുവേട്ടനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. വണ്ടി ഉള്ളോണ്ട് പെട്ടെന്ന് എന്നെ സാധനങ്ങളൊക്കെ വീട്ടിലെത്തുകയും ചെയ്തേനെ. അതെങ്ങനെയാ? ചേച്ചി അച്ഛനെ ഒരുപോലെ രഘുവേട്ടനെ അവഗണിക്കല്ലേ? പാവം, വലിയ വിഷമത്തിലാ പോയത്. എടീ, പോകുമ്പോഴുള്ള വിഷമേ കാണൂ. ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ സന്തോഷിക്കാനുള്ള വകയല്ലേ വേറെ കാണുന്നത്? എന്റെ ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ. രഘുവേട്ടൻ ഇനി അവരുടെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന് വാക്ക് തന്നില്ലേ? ആണുങ്ങളുടെ വാക്കല്ലേ. ഭാര്യയോട് മൊഴിയുമ്പോ വാക്കുകളിൽ വിശ്വാസത്തിന്റെ തേൻ പുരട്ടും. തിരിഞ്ഞു നിന്ന് അവളെ പറ്റിച്ചെന്നും പറഞ്ഞ് സ്വയം ഊറ്റം കൊള്ളുകയും ചെയ്യും. അതിലെല്ലാ ഭർത്താക്കന്മാരും കണക്കാം. ചേച്ചി, അങ്കിളെ, ആന്റി, ഇന്ദു, എത്ര നാളായി എല്ലാരെയും കണ്ടിട്ട്? ഹോസ്പിറ്റലിൽ വന്ന് ചീരുവിനെയും കുഞ്ഞിനെയും കാണാനിരുന്നതാ. അപ്പോഴേക്കും സച്ചേട്ടന് നല്ല തിരക്കായി. ഞങ്ങൾ വിചാരിച്ചത് ചീരവും കുഞ്ഞിനും ടൗണില് അനുചേച്ചിയുടെ വീട്ടിലായിരിക്കുന്ന. അപ്പൊ പിന്നെ എപ്പോഴായാലും വന്ന് കാണാലോ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ. എനിക്കറിയാം അനന്തം മാഷ് ചീരുവിനെ മോനെ ഇങ്ങോട്ടേ കൊണ്ടുവരുള്ളൂ. പഞ്ചരത്നം വീട് വിട്ടൊരു കളിയുണ്ടോ അനന്തം മാഷിന്? ഇന്ദു, വാ. അച്ഛനിവിടെ ഇല്ല. പ്രസവരക്ഷയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുക. ആണോ? രഘു ഒപ്പം പോയി കാണൂ അല്ലേ? ഇല്ല അങ്കിളെ, രഘുവേട്ടൻ രാവിലെ കമ്പനിയിലേക്ക് പോയി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. രഘു അവന്റെ സ്ഥാപനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ഇതിൽ അവൻ രക്ഷപ്പെടുവാൻ. ഞാൻ നിങ്ങൾ വന്ന കാര്യം ചീരനോട് പറയട്ടെ. അവള് റെഡിയായ ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, ഞാനെന്നാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മാഷൻ രഘു ഇവിടെ ഇല്ലാത്തത് കഷ്ടമായല്ലോ സച്ചേട്ടാ. മാഷ് തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവോ അച്ഛനെ? ഇല്ല മോളെ, നമുക്ക് വേഗം ഇവിടുന്ന് ഇറങ്ങണം. അവിടെയാണെങ്കിൽ ലേബർ ഓഫീസറും യൂണിയൻ നേതാക്കളും ഒക്കെ ഉള്ള മീറ്റിംഗാ. ഞാൻ ചെന്നില്ലെങ്കിൽ അവരെല്ലാം അവർക്ക് യോജിച്ച തീരുമാനങ്ങൾ എടുക്കും. മാഷിനെ വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നു. സാരമില്ല സാവിത്രി, നമ്മൾ ചീരുവിനെയും കുഞ്ഞിനെയും കാണാനല്ലേ വന്നത്. നമ്മുടെ ഗോകുലിന്റെ കാര്യവും കൂട്ടത്തിൽ അങ്ങ് സംസാരിക്കാം. ഏതായാലും അമ്പിളി അനു ഇവിടെ ഉണ്ടല്ലോ. അവർ ഈ കാര്യങ്ങളൊക്കെ മാഷ് വരുമ്പോ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഞാൻ രഘുവിനെ ഒന്ന് കാണാം. അതുപോലെ എന്നെ തുടരുത്. എനിക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. എന്റെ മനസ്സിലെ കറ നീങ്ങുന്നത് വരെ നമ്മൾ തമ്മിൽ വേറൊരു ബന്ധം ഉണ്ടാവില്ല, ഉണ്ടാവരുത്.
രക്ഷയില്ല കേട്ടോ. ഇനി വർക്ക്ഷോപ്പിൽ നാളെ വന്നാലേ റെഡിയാവും. ശ്ശോ. മോളെ ആദ്യമായിട്ട് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവന്ന ദിവസം തന്നെ ഇങ്ങനെ ആയല്ലോ. ഇനി എന്ത് ചെയ്യും? വേറെ വണ്ടി വിളിച്ചിട്ടുണ്ട്. അരമണിക്കൂറിനകം വണ്ടി എത്തി. ഇനി 1 മണിക്കൂറോ? അത് വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് പോകാം. ശരി, ഞാനൊന്ന് ഓട്ടോ വിളിച്ചാൽ. സമയമായല്ലോ. ആ രഘുവേട്ടാ, ഇതെന്താ മോളെ കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? വണ്ടി കംപ്ലൈന്റ് ആയി രഘുവേട്ടാ. ഡ്രൈവർ ഓട്ടോ വിളിച്ചു തരാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട. മോളെ കൊണ്ട് ഓട്ടോയിൽ പോകാനാണെങ്കിൽ പിന്നെ ക്യാബ് ബുക്ക് ചെയ്ത് എന്തിനാ? ഞാൻ പറഞ്ഞത് രഘുവേട്ടാ, ഓട്ടോയിൽ പോയിക്കോളാന്ന്. ആദ്യ ദിവസം തന്നെ വൈകണ്ടല്ലോ. ആ ശരി, നീ മോളെ കൊണ്ട് വാ, നമുക്ക് എന്റെ വണ്ടിയിൽ പോവാം. അത് വേണ്ട രഘുവേട്ടാ, അത് വേണ്ട. നമ്മൾ വെറുതെ വാക്ക് തെറ്റിക്കണ്ട. ഇത് നമ്മൾ മനപ്പുറം തെറ്റിക്കുന്നതല്ലോ. നീ മോളുമായിട്ട് വെയിലത്ത് നിൽക്കുന്നതാണ്ടാ ഞാൻ മൈൻഡ് ചെയ്ത് പോണോ? അത് വേണ്ട രഘുവേട്ടാ, തൽക്കാലം ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളാം. അത് നിന്റെ ഇഷ്ടം. അമ്മി, എന്ത് വിലക്കിന്റെ പേരിലായാലും നീ മോളെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്ടാ എനിക്ക് എന്തായാലും മൈൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നേ. ഞാൻ വിളിച്ചിട്ട് എൻ്റെ കൂടെ വരാൻ കഴിയില്ലെങ്കിൽ എനിക്കിനിയൊന്നും പറയാനില്ല. രഘുവേട്ടാ, ഞങ്ങൾ വരാം. മോളെങ്കിതാ. ഞാൻ നിങ്ങളുടെ ക്യാബ് ഓഫീസിലേക്ക് വിളിച്ചോളാം. തിരിച്ചൊരു ട്രിപ്പ് വേണ്ടി വരില്ല. ശരി സാർ. വാ.